മോഡൽ പരീക്ഷയിൽ മിനിമം മാർക്ക് നേടാത്തവർക്ക് SSLC പരീക്ഷ എഴുതാനാവില്ല. പൊതുവിദ്യാലയങ്ങളിലെ ഗുണമേന്മ ഉറപ്പുവരുന്നതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായാണിത്. 2026-27 അധ്യയന വർഷം മുതലാണ് ഇത് നടപ്പാക്കുക. മോഡൽ പരീക്ഷയിൽ ഓരോ വിഷയത്തിനും 30% മാർക്ക് നേടാത്തവർക്ക് SSLC വാർഷിക പരീക്ഷ എഴുതാനാവില്ല. വിഷയങ്ങൾക്ക് മിനിമം മാർക്ക് നേടാത്തവർക്ക് പ്രത്യേക പിന്തുണ ക്ലാസുകൾ നൽകണം. തുടർന്ന് നടക്കുന്ന സപ്ലിമെന്ററി പരീക്ഷയിൽ മിനിമം മാർക്ക് നേടേണ്ടതുണ്ട്. നിലവിൽ വിദ്യാർത്ഥി മോഡൽ പരീക്ഷയെ ലാഘവത്തോടെയാണ് സമീപിക്കാറുള്ളത്. പുതിയ രീതി അനുസരിച്ച് നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്താൻ വിദ്യാർത്ഥികളും അധ്യാപകരും നിർബന്ധിതരാകും. നിലവിൽ 10ാം ക്ലാസ്സിലെ വിഷയങ്ങൾ ഡിസംബർ മാസത്തോടെ പൂർത്തിയാക്കി മോഡൽ പരീക്ഷ വരെ വിവിധ പ്രീ മോഡൽ സീരീസ് പരീക്ഷകൾ നടത്തുന്ന പതിവാണ് സ്കൂളുകളിലുള്ളത്. മിനിമം മാർക്ക് പരീക്ഷയ്ക്ക് നിർബന്ധമാക്കുമ്പോൾ ഈ ഷെഡ്യൂളുകൾ കുറച്ചുകൂടി നേരത്തെയാക്കേണ്ടി വരുമെന്നാണ് അധ്യാപകർ പറയുന്നത്. വാർഷിക പരീക്ഷയ്ക്ക് മുൻപ് പിന്തുണ ആവശ്യം വരുന്ന കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് ക്ലാസുകളും പരീക്ഷകളും ഇതിനിടയിൽ ആവശ്യമായി വരുന്നത് കൊണ്ടാണിത്. മോഡൽ പരീക്ഷയുടെ മാതൃകയിൽ SSLC വാർഷിക പരീക്ഷയിലും മിനിമം മാർക്ക് നടപ്പാക്കും. നിലവിൽ നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ മാർക്ക് കൂടി ചേർത്താണ് മിക്ക കുട്ടികളും മിനിമം മാർക്ക് നേടുന്നത്. അതിനാൽ വിജയശതമാനം വർദ്ധിക്കുമെന്നല്ലാതെ ഗുണനിലവാരം ഉയരുന്നില്ല എന്ന കണ്ടെത്തലിലാണ് പുതിയ നീക്കത്തിന് കാരണം. ഈ വർഷം 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് പദ്ധതി വിജയകരമായി പൂർത്തിയാവുകയാണ്. 26-27 തീയതികളിൽ പിന്തുണ ക്ലാസ് ലഭിച്ച കുട്ടികൾക്ക് പരീക്ഷ നടക്കും. അതിൽ മിനിമം മാർക്ക് നേടിയവർക്കാണ് അടുത്ത ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ ഈ പദ്ധതി 5 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലും നടക്കും. ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്.